വീണ്ടും ബീഹാറിലേക്ക് നീണ്ട 20 വർഷത്തെ നിതീഷ് യുഗത്തിന് അവസാനം. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ രാജിവെച്ചു. പുതിയ മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ മന്ത്രിയാകില്ല. NDA യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. വിവരങ്ങളുമായി ശരത് ലാലാണ് ഉള്ളത്. ശരത്, വർഷങ്ങളായി ബീഹാറിന്റെ രാഷ്ട്രീയ ഗതിയെ നിയന്ത്രിച്ച നേതാവ് രാജിവെച്ചിറങ്ങുകയാണ്. ഇനി BJPക്ക് ഭരണം, അല്ലെങ്കിൽ BJP നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി വരികയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നിതീഷ് കുമാറിന് പകരം BJP മുഖ്യമന്ത്രി വരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ വാർത്ത. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു നിതീഷ് കുമാറിൻ്റെ മാറ്റം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി BJP മുഖ്യമന്ത്രിയാകുന്ന കാര്യം ഒരു ആഘോഷമാക്കി മാറ്റരുത് എന്ന തീരുമാനത്തിലാണ് BJP കേന്ദ്ര നേതൃത്വം. അതുകൊണ്ട് തന്നെ അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയൊന്നുമൊക്കെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോകില്ല എന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ 2 ഉപമുഖ്യമന്ത്രിമാർ ജനതാദൾ യുണൈറ്റഡിനുണ്ട്, നിതീഷിൻ്റെ പാർട്ടിക്കുണ്ട്. ഇതിൽ നിതീഷിൻ്റെ മകൻ നിശാന്ത് കുമാർ ഉണ്ടാകില്ല. നിശാന്ത് കുമാർ പാർട്ടിയിൽ സജീവമാകട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും എന്നാണ് ജനതാദൾ യു ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് 2 മണിയോടെ നിതീഷ് കുമാറിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ബീഹാർ മന്ത്രിസഭാ യോഗം നടന്നു. അതിനുശേഷമാണ് നിതീഷ് കുമാർ തൻ്റെ രാജി ഗവർണർക്ക് സമർപ്പിക്കുന്നത്. അതിനുശേഷം ഗവർണർ പുതിയ മുഖ്യമന്ത്രി അല്ലെ പുതിയ മന്ത്രിസഭയ്ക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമാണ് BJPയിലെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുക. എന്നാൽ ഉപമുഖ്യമന്ത്രിമാർ ഒരാളായ സ്മാർട്ട് ചൗധരിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഏതായാലും BJP ഇത്തരമൊരു അധികാര കൈമാറ്റം വലിയൊരു ആഘോഷമായി മാറ്റാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളിലേക്ക് പോക്ക്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1964 BJPയുടെ ആദ്യത്തെ രൂപമായ ജനസംഘത്തിലെ 3 MLA-മാർ ബീഹാർ നിയമസഭയിലേക്ക് വരുന്നത്. അതിനുശേഷം ബീഹാർ, അതായത് സോഷ്യലിസ്റ്റിൻ്റെ വിളത്തൊട്ടിലായ ബീഹാറിൽ BJP ഇതാ പിടിമുറുക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ 15 വർഷമായി BJP മുഖ്യമന്ത്രി സ്ഥാനത്തിന് കാത്തിരിക്കുകയാണ് ബീഹാർ. ആ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ അത് വലിയൊരു രാജ്യം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായി മാറ്റാനോ, ബീഹാറിലൊരു ആഘോഷമായി മാറ്റാനോ, അല്ലെങ്കിൽ ജനതാദൾ പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനോ BJP തയ്യാറല്ല. ശരി ശരത്, നീണ്ട 20 വർഷത്തെ നിതീഷ് യുഗത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് മന്ത്രിയാകില്ല. വിവരങ്ങളാണ് ശരത്ത് തന്നത്.